ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മൾ എങ്ങനെയാണ് ഒരു രുചിയൂറുന്ന പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അതിലിട്ട് ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി ചേർക്കുക. അതിന് എരിക്കനുസരിച്ച് 1-2 പച്ചമുളക് എടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് തൈര് വീറ്റുക. അത് മിക്സിയിലിട്ട് നന്നായി അടിച്ചതിന് ശേഷം കടുക് വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ വീറ്റി എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് കടുക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് കടുക് പൊട്ടി നമ്മൾ നല്ലതായി കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കരിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ച ഈ അരപ്പ് എല്ലാം കൂടെ ആ ചട്ടിയിലിട്ട് വീത്തുക. എന്നിട്ട് ആ മിക്സി കഴുകിയ കുറച്ച് അരപ്പും എല്ലാം കൂടി അതിൽ മിക്സായി എടുത്തതിന് ശേഷം ആവശ്യത്തിന് എടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി എല്ലായിടും ആ തൈരും എല്ലാം പറ്റണ വിധം നന്നായി ഇളക്കി അതിനെ നല്ലാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്നും ആവശ്യമില്ല. അതിനിടയ്ക്ക് അത് ചെറുതായിട്ട് നമുക്ക് വരും. അതുമല്ലാതെ ആവശ്യത്തിന് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പുളിശ്ശേരി തിളച്ച് വരികയാണ്. നമുക്ക് കുറച്ച് തിളപ്പ് വരുന്നതിന് ശേഷം ആ ഫ്ലെയിം ഓഫാക്കേണ്ടതാണ്. നമുക്ക് ചോറിനെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു വളരെ രുചിയേറിയ ഒരു പുളിശ്ശേരിയാണിത്. നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു പുളിശ്ശേരിയാണ്.